മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റിയോ എന്ന് പറഞ്ഞ് നമ്മുടെ കേരളത്തിലൊക്കെ വലിയ രീതിയിൽ സകല മോദി വിരുദ്ധരും ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. സകല മാധ്യമങ്ങളിലും അന്തിച്ചർച്ച നടന്ന് വളരെ വലിയ രീതിയിൽ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരം സകല മോദി വിരുദ്ധരോടും ആദ്യമേ തന്നെ ഒരു കാര്യം എടുത്ത് പറയാം. നിങ്ങളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല. ഇത് കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തെ ഭരണഘടനയെ അനുസരിച്ച് ലോക്സഭയിൽ ബില്ല് അവതരിപ്പിച്ച് കൃത്യമായ നിയമവേയിലൂടെ തന്നെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് പേര് മാറ്റിയത്, പേര് മാറ്റുമ്പോൾ ഉറഞ്ഞു തുള്ളുന്നത് എന്തുകൊണ്ട് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുമ്പേ ആയിട്ട് എം.എൻ. കാരശ്ശേരി കഴിഞ്ഞ ദിവസം അന്തിച്ചർച്ചയിൽ ആന മണ്ടത്തരം വിളിച്ചു പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. നിഷ, ഞാൻ ഈ സമയത്ത് ഓർക്കുന്നത് സോവിയറ്റ് യൂണിയനിൽ സ്റ്റാലിൻ ഭരിക്കുന്ന കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു സ്വകാര്യ തമാശയാണ്. അവരന്ന് പറഞ്ഞിരുന്നത് ഭൂതകാലം വളരെ പ്രവചനാതീതമാണെന്നാണ്. പാസ്റ്റ് ഈസ് അൺപ്രഡിക്റ്റബിൾ. സാധാരണ നമ്മൾ ഭാവിയെ പറ്റിയാണല്ലോ പറയുക. കാരണം പാസ്റ്റ് മുഴുവൻ, ഭൂതകാലം മുഴുവൻ തിരുത്തി എഴുതുക. അപ്പം എന്തായി, പാസ്റ്റ് ഈസ് അൺപ്രഡിക്റ്റബിൾ, ഭൂതകാലം പ്രവചനാതീതമാണ്. ഇപ്പോൾ ചരിത്രത്തിൻ്റെ പുറത്താണ് നിർഭാഗ്യവശാൽ മോദി ഗവൺമെൻറ് വല്ലാതെ കളിക്കുന്നത്. അതിലിപ്പോൾ ഒരു ഏറ്റവും അടുത്തുള്ളൊരു ഉദാഹരണം പറഞ്ഞാൽ 2023 നെഹ്റു മ്യൂസിയം ആൻഡ് ലൈബ്രറി എന്നുള്ള പേര് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി എന്നാക്കി. ഇതുപോലെ തുടങ്ങിയത് എൻ്റെ ധാരണയിൽ 2003 വാജ്പേയി ഗവൺമെൻറ് ഭരിക്കുമ്പോഴാണ് വി.ഡി. സവർക്കറുടെ ചിത്രം പാർലമെൻറ്റ് ഹൗസിൽ വെച്ചത്. വി.ഡി. സവർക്കർ റെപ്രസെൻ്റ് ചെയ്ത് പ്രതിനിധീകരിച്ച രാഷ്ട്രസങ്കല്പവും ഗാന്ധിയുടെ രാഷ്ട്രസങ്കല്പവും നേർവിപരീതം. കാരണം ഗാന്ധി എപ്പോഴും നമ്മൾ ഓർമ്മിപ്പിച്ചിരുന്ന ഒരു കാര്യം, ഇന്ത്യ ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണെന്നാണ്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനമാണ് ആ വാക്യം. റിയൽ ഇന്ത്യ ഈസ് റൂറൽ ഇന്ത്യ. ഗ്രാമീണ ഭാരതമാണ് യഥാർത്ഥ ഭാരതം. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ള സംഗതിയുടെ തുടക്കം എൻ്റെ ധാരണ ശരിയാണെങ്കിൽ 65 കൊല്ലം മുമ്പ് മഹാരാഷ്ട്രയിലാണ്. അവിടുത്തെ പാകെ എന്ന് പറയുന്ന ഗാന്ധിമാർഗ പ്രവർത്തകനായ നേതാവാണ് തൊഴിൽ ഒരാളുടെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞ് ഈ ആശയം കൊണ്ടുവരുന്നത്. അത് പിന്നെ വളർന്നാണ് 2005 മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് നമ്മൾ ഇന്ന് അറിയുന്ന തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് കേന്ദ്ര ഗവൺമെൻറ് പരിപാടിയായിട്ട് വരുന്നത്. അപ്പോൾ അതിനകത്ത് എന്ത് അലകും പിടിയും മാറ്റുമ്പോഴും ആദ്യം മാറ്റേണ്ടത് ഗാന്ധിയുടെ പേരാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം വളരെ ലളിതമാണ്. ഗാന്ധി പ്രതിനിധീകരിച്ച ഒരു രാഷ്ട്രമുണ്ട്. അദ്ദേഹം രാമരാജ്യം എന്ന് പറഞ്ഞത് ഹിന്ദുരാഷ്ട്രം എന്ന അർത്ഥത്തിലേ അല്ല. ഇപ്പോൾ ഇവിടെ നേരത്തെ സംസാരിച്ച സുഹൃത്ത് ഗ്രാമസ്വരാജ്യവും രാമരാജ്യവും ഒന്നിച്ച് സമീകരിച്ച് പറയുന്നു. അത് തമ്മിൽ എന്താ ബന്ധം എനിക്ക് മനസ്സിലായിട്ടില്ല. രാമരാജ്യം എന്ന് ഗാന്ധി പറഞ്ഞപ്പോൾ അതിനെ എതിർത്ത പ്രധാനപ്പെട്ട ഒരാളുടെ പേര് ജവഹർലാൽ നെഹ്റു എന്നാണ്. നിങ്ങൾ കേട്ടില്ലേ? അതായത് എം.എൻ. കാരശ്ശേരി വിളിച്ചു പറഞ്ഞതിൽ തന്നെയുണ്ട് ആന മണ്ടത്തരം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഈ എം.എൻ. കാരശ്ശേരി പറഞ്ഞതിന്റെ തുടക്കം മുതൽ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കാം. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചില്ലേ, മോദി ചരിത്രത്തെ തിരുത്തുന്നു, ഇന്നലകളെ തിരുത്തുന്നു എന്നൊക്കെയാണ്. അതിനൊരുപാട് ഉദാഹരണങ്ങളൊക്കെ എടുത്തിട്ട് ഭൂതകാലം തിരുത്തുന്നു എന്നൊക്കെയാണ് പരിഹസിക്കുന്നത്. അല്ല, ഇതൊക്കെ ആരാണ് വിളിച്ചു പറയുന്നത്? എം.എൻ. കാരശ്ശേരി. ഈ എം.എൻ. കാരശ്ശേരി എങ്ങനെയാ കേരളത്തിൽ അറിയപ്പെടുന്നത്? ഒരു യുക്തിവാദിയായിട്ട്. അതായത് ഓരോ ആളുകൾക്കും ഒരു മതവിശ്വാസമൊക്കെ ഉണ്ടാവും, ഓരോ മതങ്ങളും അതുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളും. ഈ മതങ്ങളൊക്കെ തന്നെ തട്ടിപ്പാണ്, അല്ലെങ്കിൽ ഒന്നിനും കൊള്ളില്ല എന്ന് ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ, അതായത് ഇന്നലകളിലെ സകലതും കള്ളത്തരമാണെന്ന് അല്ലെങ്കിൽ അത് പൊട്ടത്തരമാണെന്ന് പറയുന്ന എം.എൻ. കാരശ്ശേരി പറയാണ്, നമ്മളൊക്കെ ഈ യുക്തിവാദത്തോട് അനുകൂലിക്കുന്നൊന്നുമില്ല, പക്ഷെ ഞാൻ ഈ ഒരു വിഷയം, ഈ പറയുന്ന എം.എൻ. കാരശ്ശേരിയുടെ നിലപാടാണ് എടുത്ത് മുന്നോട്ട് വെക്കുന്നത്. അതായത് ഇന്നലകളിലേത് തെറ്റാണെന്ന് പറയുന്ന ഒരാൾ പറയാണ്, കോൺഗ്രസ് ചെയ്ത പദ്ധതിയിൽ ഒരു തിരുത്തും മോദി ഗവൺമെന്റ് ചെയ്യരുത് എന്ന്. ഏത് ലോക തട്ടിപ്പും വെട്ടിപ്പും നടത്തി മുന്നോട്ട് പോയ കോൺഗ്രസ് സർക്കാരുകൾ രാജ്യത്ത് ചെയ്ത പദ്ധതികളിൽ ഒരു തിരുത്തും ചെയ്യരുത്, അത് ചരിത്രത്തോടുള്ള നീതികേടാണ് എന്നൊക്കെ എങ്ങനെയാണ് എം.എൻ. കാരശ്ശേരിക്ക് ഇങ്ങനെ ഉളുപ്പില്ലാതെ വിളിച്ചു പറയാൻ സാധിക്കുന്നത്?
സകല ചരിത്രം, അതായത് ഓരോ ആളുകളുടെയും മതവിശ്വാസം പോലും ഒന്നിനും കൊള്ളില്ല എന്ന് വിളിച്ചു പറയുന്ന എം.എൻ. കാരശ്ശേരി പറയാണ്, കോൺഗ്രസ് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയിൽ ഒരു തിരുത്തും വരുത്തരുത്, അത് ചരിത്രത്തോടുള്ള നീതികേട് എന്ന്. ഇതെങ്ങനെയാ ശരിയാവുക? ഇതെത്ര നീതികേടാണ് ഈ പറയുന്ന എം.എൻ. കാരശ്ശേരി വിളിച്ചു പറയുന്നത്? കോൺഗ്രസ് രാജ്യത്ത് ചെയ്തിട്ടുള്ളത് തിരുത്താൻ തന്നെയാണ് രാജ്യത്തെ ജനങ്ങള് മോദി സർക്കാരിനെ അധികാരത്തിലെത്തിച്ചത്. അതങ്ങനെ വെറുതെ എന്തെങ്കിലും അബദ്ധത്തിലല്ല. ഒന്നാം തവണ, രണ്ടാം തവണ, ഇപ്പൊ മൂന്നാം തവണയാണ് രാജ്യത്തെ ജനങ്ങള് മോദി സർക്കാരിനെ അധികാരത്തിലെത്തിച്ചത്. അത് കോൺഗ്രസിന്റെ മണ്ടത്തരങ്ങള് വെട്ടിപ്പും തട്ടിപ്പും തിരുത്തി തന്നെ മുന്നോട്ട് പോവാനാണ്. ഇനി മറ്റൊന്ന്, ഈ എം.എൻ. കാരശ്ശേരി തന്നെ പറഞ്ഞത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ? അതായത് ഗാന്ധി പറഞ്ഞിട്ടുള്ളതിനെ നെഹ്റു തിരുത്തിയതായിരുന്നു എന്ന്. അതായത് മഹാത്മാഗാന്ധിയെ നെഹ്റുവിന് തിരുത്താം, ഒരു പ്രശ്നവുമില്ല, ഒരു പ്രശ്നവുമില്ല. അപ്പോ ഗാന്ധിയെ തിരുത്തുന്നതൊക്കെ തന്നെ ആരാണ്? കോൺഗ്രസ് തന്നെയല്ലേ? കോൺഗ്രസ് അല്ലേ യഥാർത്ഥത്തില് മഹാത്മാഗാന്ധിയെ അപമാനിച്ചിട്ടുള്ളത്? ഗാന്ധി പേരെടുത്തിട്ട് ഇന്ദിരാഗാന്ധി മുതൽ ഇന്ദിരക്ക് എങ്ങനെയാ ഗാന്ധി വരിക? എങ്ങനെയാണ് രാജീവ് ഗാന്ധിക്ക് ഗാന്ധി വരിക? എങ്ങനെയാണ് രാഹുൽ ഗാന്ധിക്ക് ഗാന്ധി വരിക? ഈ പേര് പോലും മഹാത്മാഗാന്ധിയുടെ ആ ഗാന്ധി പേരെടുത്ത് ഉപയോഗിച്ചല്ലേ മുന്നോട്ട് പോകുന്നത്? അത് യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധിയെ എത്രത്തോളം അപമാനിക്കുന്നതിന് തുല്യമാണ്. എത്രത്തോളം വെട്ടിപ്പും തട്ടിപ്പും നടത്തിയിട്ട് ആ മഹാമനുഷ്യനെ, നമ്മുടെ രാഷ്ട്രപിതാവിനെ ആ ഒരു കുടുംബം അപമാനിച്ചതുപോലെ ഇന്ത്യ രാജ്യത്ത് മറ്റാരെങ്കിലും അപമാനിച്ചിട്ടുണ്ടോ? എം.എൻ. കാരശ്ശേരിക്ക് ധൈര്യമുണ്ടോ ഇതൊക്കെ വിളിച്ചു പറയാൻ? ഒരിക്കലും പറയൂല. കാരണം എന്താ? കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മോദി വിരുദ്ധനാണ് ഈ പറയുന്ന എം.എൻ. കാരശ്ശേരി. ഈ എം.എൻ. കാരശ്ശേരി കാണാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ മുന്നോട്ട് വെക്കാം, നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കൂ. അതായത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളെ, അമേരിക്കൻ പ്രസിഡന്റ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, അതേപോലെ തന്നെ ഈ ഇറ്റലിയുടെ പ്രധാനമന്ത്രി, അങ്ങനെ G20 നേതാക്കന്മാരെ രാജ്ഘട്ടിലേക്ക്, ലോക നേതാക്കളെ ഒരുമിച്ച് നിന്നുകൊണ്ട് കൈപിടിച്ചുകൊണ്ട് രാജ്ഘട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ലോക ശ്രദ്ധ രാജ്ഘട്ടിലേക്ക് എത്തിച്ചതുപോലെ രാജ്യത്ത്, ഇന്ത്യ, നമ്മുടെ ഭാരത ചരിത്രത്തില് ഇത്തരത്തിലൊരു സംഭവം കോൺഗ്രസിനെ കൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ലോക നേതാക്കളെ ഒരുമിച്ച് രാജ്ഘട്ടിലേക്ക് നരേന്ദ്രമോദി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ലോകത്തിന് മുന്നിൽ മഹാത്മാഗാന്ധിയെ നമ്മുടെ പ്രധാനമന്ത്രി ഉയർത്തിപ്പിടിച്ചതല്ലേ? ഇതുപോലെ കോൺഗ്രസ്സുകാർ ചരിത്രത്തിൽ ചെയ്തിട്ടുണ്ടോ? മഹാത്മാഗാന്ധിയോടൊക്കെയുള്ള സ്നേഹം അത് നരേന്ദ്രമോദിയുടെ തട്ട് താന്ന് തന്നെ ഇരിക്കും. അതിന്റെ മുകളിലൊന്നും ഒരു കോൺഗ്രസ്സുകാരനോ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കോ ഒരു ചുക്കും വെക്കാൻ സാധിക്കില്ല. അതാണ് യാഥാർത്ഥ്യം. നമ്മൾ വെറുതെ പറയല്ലോ. നരേന്ദ്രമോദി ലോക നേതാക്കളെ കൊണ്ടുവന്നതിന്റെ തെളിവും നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇനി പദ്ധതിയുടെ പേര്, ഈ പദ്ധതിയുടെ പേര് എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് ഓരോ ആളുകളും തിരിച്ചറിയണം. ഇത് കൃത്യമായിട്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരുന്നു. അതായത് 100 ദിന തൊഴിൽ ദിനം എന്നുള്ളത് മാറ്റിയിട്ട് 125ലേക്ക്, അതായത് 25% വർധനവാണ് തൊഴിലാളി ഇതുമായി ബന്ധപ്പെട്ട്, തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് ഉറപ്പ് കൊടുക്കുന്നത്. 125 തൊഴിൽ ദിനങ്ങൾ. എന്തിന് പേര് മാറ്റുന്നു എന്നുള്ളതും വളരെ വളരെ വ്യക്തമാണ്. അതായത് 100 ഉള്ളത് 125 ആവുമ്പോ സ്വാഭാവികമായിട്ടും കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലത്ത് കോൺഗ്രസ്, അതേപോലെ തന്നെ ഇടതുപക്ഷം ഭരിക്കുന്ന സ്ഥലത്ത് ഇന്ത്യ മുന്നണി, മമതാ ബാനർജി ഭരിക്കുന്ന സ്ഥലത്ത് ഇന്ത്യ മുന്നണി, M.K. സ്റ്റാലിൻ ഭരിക്കുന്നിടത്ത് ഇന്ത്യ മുന്നണി, ഇവരൊക്കെ പറയും ഇത് കോൺഗ്രസ് ആണ് ആനുകൂല്യം തരുന്നത്. ഏത് 100 ഉള്ളത് 125 ആവുമ്പോഴും. അതായത് നരേന്ദ്രമോദിയുടെ BJP ഗവൺമെന്റിന്റെ, നരേന്ദ്രമോദി സർക്കാരിന്റെ വലിയ ലക്ഷ്യമാണ് 2047 കൂടിയിട്ട് വികസിത ഭാരതം എന്നുള്ളത്. അതിലേക്കുള്ള ചുവടുവെപ്പാണ് ഗ്രാമാന്തരങ്ങളിൽ കൃത്യമായിട്ട് സാധാരണക്കാരെ ഉയർത്തിക്കൊണ്ടുവരിക. ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് രാജ്യവ്യാപകമായിട്ട് ഓരോ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അത് നരേന്ദ്രമോദി സർക്കാർ സംവിധാനങ്ങൾ ചെയ്തതാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. അതല്ലെങ്കിൽ പ്രതിപക്ഷം എന്താ പറയാ? ഈ പദ്ധതിയുടെ പേര് കോൺഗ്രസ് ഇട്ടതുപോലെ തന്നെയാണെങ്കിൽ എന്തു പറയോ ഇതൊക്കെ കോൺഗ്രസ് ആ ചെയ്യുന്നത് എന്ന്
ഏറ്റവും കുറഞ്ഞത് ഇന്ത്യ മുന്നണി ഭരിക്കുന്ന സകല സ്ഥലത്തും പറയും, അവർ പ്രചരിപ്പിക്കും. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, ഇവിടെ വികസനം നടത്തുന്നത് ആരാണ് എന്ന് ജനങ്ങളെ ബോധിപ്പിക്കേണ്ടത് അതത് സർക്കാരുകളുടെ ഉത്തരവാദിത്തം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് പദ്ധതിയുടെ പേര് മാറ്റിക്കൊണ്ട് പുതിയ പേര് കൊണ്ടുവരുന്നത്. ഈ പുതിയ പേര് കൊണ്ടുവരുന്നതിൽ ഇത്ര ചൊറിയാൻ മാത്രം എന്താണുള്ളത്? VB ജി എന്ന് പേര് വരുമ്പോ ആർക്കാ ഇത്ര പ്രശ്നം? പുതിയ സർക്കാർ രാജ്യം ഭരിക്കുമ്പോ രാജ്യത്ത് വികസനങ്ങൾ നടപ്പിലാക്കുന്നത് ഞങ്ങളാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നരേന്ദ്രമോദി സർക്കാരിന് ഇല്ല എന്നാണോ ഈ പറയുന്ന MN കാരശ്ശേരി മുതലുള്ള സകല ആളുകളും ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറയുന്നത്? വികസിത രാജ്യം എന്ന സ്വപ്നത്തിലേക്ക് നരേന്ദ്രമോദി സർക്കാർ നടന്ന് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതും ഞങ്ങളാണ് എന്ന് ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവര് അറിയിക്കേണ്ടേ? അടുത്ത തവണയും ഇലക്ഷൻ വരുമ്പോൾ ഇവരെന്ത് ചെയ്തു എന്ന് പറയുമ്പോൾ പദ്ധതികൾ മുന്നോട്ട് വെക്കുമ്പോ ഈ കോൺഗ്രസ് നടത്തിയ അതേ പദ്ധതിയുടെ പേരുമായിട്ട് മുന്നോട്ട് പോയിട്ട് എന്തെങ്കിലും ഗുണം ഈ പറയുന്ന നരേന്ദ്രമോദി സർക്കാരിന്? നമ്മൾ പൊളിറ്റിക്കലി രാഷ്ട്രീയമായിട്ട് തന്നെ ഈ വിഷയത്തെ കാണേണ്ടതില്ലേ? ഇവിടെ കിടന്ന് MN കാരശ്ശേരിയൊക്കെ ഏതൊരു ചർച്ചയ്ക്ക് വന്നു കഴിഞ്ഞാലും ഒരു യാഥാർത്ഥ്യമുണ്ട്. കേരളത്തിലെ നമ്പർ 1 പ്രധാനപ്പെട്ട ഒരു മോദി വിരുദ്ധനാ. എന്തുണ്ടെങ്കിലും മോദിക്കെതിരെ ഒരു കാര്യം കൂടി MN കാരശ്ശേരിക്കും സകല മോദി വിരുദ്ധർക്കും പറഞ്ഞങ്ങ് മുന്നോട്ട് വെക്കാം. അവർക്ക് മുന്നിലേക്ക് വെക്കുന്നതാ ഈ കോൺഗ്രസ് നടത്തുന്ന പദ്ധതികളെ. ആ പദ്ധതികൾ കള്ളവും തട്ടിപ്പൊക്കെ ഉണ്ടായിട്ടാണ് നരേന്ദ്രമോദി സർക്കാരിനെ രാജ്യത്തെ ജനത വിജയിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുമ്പോ കോൺഗ്രസിന്റെ പല പദ്ധതികളുടെയും മാറ്റങ്ങൾ വരുത്തും, ഒഴിവാക്കേണ്ടത് ഒഴിവാക്കും. അതും എങ്ങനെയെങ്കിലും തോന്നുന്ന സമയത്തല്ല, കൃത്യമായിട്ട് ലോക്സഭയിൽ ബിൽ ഉൾപ്പെടെ അവതരിപ്പിച്ച് നിയമപരമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനൊക്കെ ഇതിനു മാത്രം എന്തിനാണ് ഇങ്ങനെ കുരുപൊട്ടുന്നത്? ഈ കുരുപൊട്ടുന്ന സകല മോദി വിരുദ്ധരോട് പറയാ, നിങ്ങളുടെ ഈ ബഹളം കൊണ്ടൊന്നും ഇതിനൊന്നും ഒരു ചുക്കും സംഭവിക്കില്ല. ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാനില്ല. കേരളത്തിലെ സാധാരണക്കാർക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ പച്ചക്കള്ളം ചാനൽ ചർച്ചയിലൊക്കെ വിളിച്ചു പറയുന്നത്. കൊണ്ട് ഈ പദ്ധതി കൊണ്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതി കൊണ്ട് ഈ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുള്ള ഓരോ ആളുകൾക്കും 25% വർധന വരുന്നത്. 100 ദിവസം എന്നുള്ളത് 125 ദിവസമാകുന്നു. ഇത് കേരളത്തിലെ സാധാരണക്കാർ തിരിച്ചറിയും. നരേന്ദ്രമോദിക്ക് അവര് കൈയടിച്ചോളും. ഒരു MN കാരശ്ശേരിയുടെയും ഒരു മോദി വിരുദ്ധരുടെയും കൈയടിക്ക് വേണ്ടിയല്ല, ഇത് സാധാരണ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് നരേന്ദ്രമോദി സർക്കാർ ഇതുപോലെയുള്ള ഓരോ പദ്ധതി പ്രഖ്യാപിക്കുന്നത് എന്നും സകല ആളുകളും തിരിച്ചറിഞ്ഞോളൂ.